ഗെയ്സ്, നമ്മൾ യാദൃശികമായിട്ട് ഓരോ സ്ഥലത്ത് ചെന്ന് പെടൂല്ലേ. അതേപോലെ ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങി ഡൽഹി ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. ഒരു ഏരിയക്ക് എത്തി. ആ ഏരിയയിൽ കണ്ട കാഴ്ച കേട്ടോ, ഒരു മക്ബറ. ആ മക്ബറിൻ്റെ ഉള്ളത്തെ പഴയ കാലത്തുള്ള സംഗതികളാ. ഇത് റൗണ്ടാട്ടോ മക്ബറ. ഇതിന് താഴെയാണ് മക്ബറ. ആണോ, ഇതൊരു അറയാണ്. ഇതിങ്ങനെ ഉള്ളിക്കൊരു അറേ. ഞാൻ ഫ്ലാഷ് അടിച്ചാണ് കാണിച്ചു തരാം. കുറച്ച് ലോങ് വീഡിയോ ഉണ്ടാവും കേട്ടോ. ഉള്ളിക്കൊക്കെ അതിമാത്രം വലിയ അറേ മക്ബറാണ്. അണ്ടർഗ്രൗണ്ടാ ഉണ്ടോ. അവിടെ ഒരു വളുക്ക് എത്തിച്ച വെച്ചാണ്. ഇതിങ്ങനെ കുനിഞ്ഞ് കയറണം കേട്ടോ, ചെറിയ ഹൈറ്റുള്ളൂ. കാലപ്പഴക്കം ചില്ലറല്ല കേട്ടോ ഈ ബിൽഡിങ്ങിനും ഈ നിർമ്മിതിക്കും. അതായത് ഒരുപാട് കാലപ്പഴക്കം ഉണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൻ്റെ ഓരോ കല്ലും ഉണ്ടല്ലോ, അത്രയും സ്ട്രോങ് ആണ്. അന്നത്തെ ആൾക്കാർ എടുത്ത വർക്കിൻ്റെ ഗുണമാവും. മനുഷ്യൻ നിർമ്മിച്ചാണുള്ളതൊക്കെ അല്ലേ. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇൻറ്റീരിയർ ഡിസൈനർമാരില്ല, അല്ലെങ്കിൽ എൻജിനീയർമാരില്ല. അതായത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം അന്നത്തെ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ഉണ്ടാക്കിയ നിർമ്മിതികളാണ്. അവരന്നത്തെ കാലത്തെ എഫേർട്ടുകളാട്ടോ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ നമുക്ക് തെളിങ്ങി കാണുന്നത്. ഇതൊക്കെ ടൈലാട്ടോ, നല്ല ടൈലാ. ഫുൾ അറബിയിൽ എഴുത്തും കാര്യങ്ങളും. ഈ ഒരു ഏരിയ എന്നൊക്കെ ഇങ്ങനെ വിട്ടിക്ക് ഇങ്ങനെ പോകും തോറും ഈ ഒരു ഏരിയൻ്റെ ഭംഗി കൂടുക. നിങ്ങൾ തന്നെ ക്യാമറയെ ശ്രദ്ധിച്ചു. ക്യാമറ ചിലപ്പോൾ അത്ര ഭംഗി നിങ്ങൾക്ക് കണ്ടോളണമെന്നില്ല, പക്ഷെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത്രയും ഭംഗി ഇങ്ങനെ നമുക്ക് ഓരോ ഏരിയക്ക് ചെല്ലുമ്പോൾ ഭംഗി ഇങ്ങനെ കൂടി വരും. അങ്ങനത്തെ ഒരുപാട് നിർമ്മിതികളുള്ള സ്ഥലം കേട്ടോ അവിടെ. ഇവിടെ കണ്ട നിങ്ങൾ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിൻ്റെ പടി ചവിട്ടും തോറും ഹൈറ്റിക്ക് ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കണം, നമുക്ക് കറക്റ്റ് കാണാം. കണ്ടങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരെ മൈൻഡ് നിങ്ങൾ നോക്കി. അവർക്ക് അറിയാം ഏടെയാണ് സൂര്യ ഉദിക്കണത്, ഏടെയാണ് അവസാനിക്കണത്. എല്ലാം നോക്കിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്തത്. അതാണ് ഈ ബിൽഡിങ്ങിന് അത്രയും ചൊറുക്കും കാര്യങ്ങളൊക്കെ കൂടാൻ കാരണം. ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ പണിഞ്ഞ അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ രഹസ്യം അറിയുള്ളൂ കേട്ടോ. അതായത് ഇത്രയും നൂറ്റാണ്ടുകളൊക്കെ ഇത് നിൽക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ പണിത ഏതേ ഒരു പുതിയ ബിൽഡിങ് ആലോചിച്ച് നോക്കി, 10 കൊല്ലം കഴിയുമ്പോഴത്തേന് അതിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുക. ആകാശ കാഴ്ച നോക്കി. തുടക്കത്തിലേ ഞങ്ങളോട് പറഞ്ഞത് കുറച്ച് ലോങ് വീഡിയോ കാരണം. എന്താ കാരണം വെച്ചാൽ ഇതുപോലത്തെ നിർമ്മിതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഷോർട്ടാക്കാൻ തോന്നൂല. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കണം നമുക്കൊരു ഉത്സാഹം മനസ്സിൻ്റെ ഉള്ളിൽ. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതാണ് നിങ്ങൾ ഈ ഡോർ ഉണ്ടെങ്കിൽ ഈ ഡോറൊക്കെ അന്നത്തെ കാലത്ത് ഇപ്പോഴും നിൽക്കണമെങ്കിൽ ആലോചിച്ച് അതിൽ ഓടിക്കാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിൻ്റെ കല്ലും ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ. കല്ലൊക്കെ പറഞ്ഞാൽ നമ്മളെ ടൈലിൻ്റെ വരെ ഇങ്ങനെ തെളുങ്ങും ചില ഏരിയയിൽ. ഇതൊക്കെ ഉണ്ട് നിങ്ങൾ എത്ര കാലമായാലും ആ തെളുക്കം പോകില്ല. ഇതിൻ്റെ പുറത്തത്തെ ഒരു ആംബിയൻസ് അത് ഒരു കോട്ട മാതിരിയാണ്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ആ കാണുന്ന ബോർഡുമ്പത്തെ സ്കാനർ സ്കാൻ ചെയ്തിട്ട് കയറണം കേട്ടോ. സ്കാൻ ചെയ്യാൻ നോക്കിയിട്ട് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഫെയിൽഡ് ആയിട്ടോ. അപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞ് ഈ കയറിക്കോ, കണ്ടോ, ഇവിടെ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കയറ്റി. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.